ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ലക്ഷ്മി വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നും, പക്ഷേ ഞാനാണ് മാലയും മോതിരമൊന്നും വേണ്ട അവിടെ തന്നെ വെക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് മേടിക്കാതെ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി പറയുമ്പോൾ നമ്മുടെ രവി അതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. നീ ചെയ്തതാണ് ശരി എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എപ്പിസോഡിന്റെ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും രവി ചോദിക്കുന്നത് നിന്റെ കാർ എവിടെ പോയി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അതിന് മറുപടിയായിട്ട് രേവതി അച്ഛ കാറ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അതൊന്നുമില്ല അച്ഛ ആ ഫൈനാൻസറിന്റെ മകള് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാവരും കൂടി ചേർന്ന് മൂകാംബിക, ചോറ്റാനിക്കര അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. എന്തായാലും ഒരു 7 days എടുക്കുന്നതാണ് അവര് പറഞ്ഞത്. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി ചോദിക്കുന്നത് 7 ദിവസം ആകുന്നോ? അപ്പൊ നിനക്ക് വരുമാനം ഉണ്ടാവില്ലല്ലോ, വണ്ടി ഓടിച്ചാൽ മാത്രമല്ലേ നിനക്ക് കാശ് കിട്ടുള്ളൂ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സച്ചി പറയുന്നതിന് മുമ്പ് രേവതി എന്തോ പറയാൻ വേണ്ടി വന്നു എന്നുള്ള കാര്യം. അത് ശരിയാണല്ലോ രേവതി, നീ എന്താ പറയാൻ വേണ്ടി വന്നെന്ന് ചോദിക്കുകയാണെ ചന്ദ്ര. അതെന്ന് പറഞ്ഞിട്ട് രേവതി തുടങ്ങുമ്പോഴേക്കും വീണ്ടും സച്ചി ഇടയിൽ കയറാണ് കേട്ടോ. ഞാൻ പറയാൻ വേണ്ടി വന്നത് തന്നെയാണ് അവളും പറയാൻ വേണ്ടി വന്നത്. അവള് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. തുടർന്ന് ചന്ദ്ര അപ്പോ 7 ദിവസത്തേക്ക് നിന്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ട് ഒരാഴ്ച അവൻ വെറുതെ ഇരിക്കട്ടെ, അതിനെന്താ, അവൻ എല്ലാ ദിവസവും ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, അതിന് കുറച്ച് റെസ്റ്റ് ഒക്കെ വേണ്ടേ? ഞാൻ അതിന് പറഞ്ഞതല്ല, മാസത്തില് ഒരുപാട് ചെലവുകളില്ലേ, പലചരക്ക് കടയിൽ ഞാൻ പറഞ്ഞിട്ട് വന്നതാണ്. നാളെ അതെല്ലാം വരും, അപ്പൊ അതിന് കാശ് കൊടുക്കണ്ടേ? ഈ വീട്ടിൽ പണിക്ക് പോകുന്നവരെല്ലാരും കൂടി ചേർന്നിട്ടല്ലേ ചെലവിനുള്ള പൈസ കൊടുക്കുന്നത്. അപ്പോ ഓരോരുത്തർക്ക് വേണ്ട കാശുകൾ ഇവിടെ കിട്ടണ്ടേ? ആന്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, എന്റെ ഷെയർ ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് പോവാണേ. അങ്ങനെ ശ്രുതി പോയിട്ട് അവളുടെ ഷെയർ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ആന്റി ഇതാ എന്റെ ഷെയർ. ശ്രുതിയുടെ ഷെയർ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവൻ തന്നിട്ടുണ്ട്. അതെ ഞാൻ സാലറി വന്നപ്പോ തന്നെ തന്നു എന്നുള്ള കാര്യം പറയാനുണ്ട് ശ്രുതി. ഇപ്പൊ നോക്ക്, ഇവർ രണ്ടുപേരും തന്നു. ശ്രുതി ജോലിക്ക് പോകുന്നത് കൊണ്ട് അവളുടെ ഷെയർ തരുന്നു. നിന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത്, അവൾക്കൊണ്ടും ചേർത്തിട്ട് നീ തന്നെയല്ലേ തരേണ്ടത്. അതില്ലാണ്ട് എങ്ങനെയാ മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ രവി ചോദിക്കുന്നുണ്ട് ഇത്രയും നാള് അവൻ തന്നെ സമ്പാദിച്ചിട്ടല്ലേ തന്നോണ്ടിരുന്നത്, ഇതിപ്പോ ഒരാഴ്ചത്തെ കാര്യമല്ലേന്ന് ചോദിക്കുമ്പോ ഒരാഴ്ച എന്താ ഇവർ ഭക്ഷണം കഴിക്കാണ്ടിരിക്കോ? അവര് ഭക്ഷണം കഴിക്കുന്നതിന് തരണല്ലോ. അതുപോരാഞ്ഞിട്ട് രേവതിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്, അവൾക്ക് വേണ്ടിയിട്ട് അരി കൂടുതൽ ഇടണം. ഇത് കേൾക്കുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് നീ എന്ത് വർത്താനാ ചന്ദ്രയെ പറയുന്നത് എന്നുള്ള കാര്യം. ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരം നന്നായിട്ടിരിക്കും. എന്തായാലും കഴിച്ചോട്ടെ, ഞാൻ കണക്കൊന്നും പറയുന്നില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ക്യാഷ് വേണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ല അച്ഛാ, ഈ പൗഡർ എടുത്തിയും അതുപോലെ അമ്മയും ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ലേ? ആരോഗ്യം വളരെ കമ്മി പോലെ അല്ലല്ലോ ഉള്ളത്, ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ലല്ലോ, നല്ല ലോറി ടയർ പോലെ ഉണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി എന്താ ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് സച്ചിയുടെ അടുത്ത് എന്താടാ നീ ബോഡി ഷേമിങ് ചെയ്യാണോ? എടാ ഞാൻ എപ്പോഴാടാ ബോഡി ബിൽഡിംഗ് ചെയ്തത്? എടാ ബോഡി ഷേമിങ് എന്ന് പറഞ്ഞ ശരീരത്തെ കുറിച്ച് പറയുന്നത്. ഓ അങ്ങനെ അച്ഛാ, ഇവരാരും രേവതിയെ കുറിച്ച് പറയുന്നത് തെറ്റല്ല, ഞാൻ മാത്രം സംസാരിക്കുന്നത് തെറ്റാണ്. ഇപ്പം ഞാൻ എവിടെയെന്നുള്ള കാര്യം അച്ഛന് മനസ്സിലായോ? ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നത് ചന്ദ്രേ നീ നിന്റെ വായ വെച്ചിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഒരു പ്രശ്നവും വരില്ല. നീ നിന്റെ പണി നോക്ക് ചന്ദ്രേ. സച്ചി ഒരാഴ്ചയല്ലേ, പണിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നീ റെസ്റ്റ് എടുക്ക്. ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് അവിടെ എണീറ്റ് പോവാണ് കേട്ടോ സച്ചി. അങ്ങനെ രേവതിയുടെ നോട്ടം നോക്കിയിട്ടാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. കണ്ടില്ലേ, അവൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കൊണ്ട് അവളുടെ നോട്ടം കണ്ടില്ലേ? എത്ര കാലം ഇങ്ങനെയൊക്കെ പോകുന്നത് നമുക്ക് കാണാം. നിങ്ങൾ നമുക്ക് കഴിക്കാം എന്ന് പറയാണ് കേട്ടോ. തുടർന്ന് രേവതി റൂമിലേക്ക് കയറി വരികയാണ്. വന്ന ഉടനെ തന്നെ സച്ചിയുടെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. താങ്ക്സ് എന്തിനാന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്ന സമയത്ത് പുറത്ത് അമ്മയുടെ അടുത്ത് എന്നെ വിട്ടുകൊടുക്കാതെ സംസാരിച്ചില്ലേ, അതിന് ഞാൻ അങ്ങനെ സംസാരിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവര് സംസാരിച്ചത് തെറ്റാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് കാറ് പോയ കാര്യം നിന്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് പറയരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്താ പറയാൻ പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ അത് ഞാൻ അറിയാതെ പറയാൻ പോയതാണ്, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് അവസാനം അറിയാതെ ചെയ്തു എന്ന് പറയുമല്ലേ. നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം തന്നെ നീയാണ്. എന്റെ കാറ് പോകാനുള്ള കാരണവും നീ തന്നെയാണ്. അന്ന് ആധാരം അച്ഛന്റെ കയ്യിൽ കൊടുത്തിരുന്നു എന്നുള്ള കാര്യം നീ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഫൈനാൻസിലെടുത്ത് ആധാരം കൊടുത്തിട്ട് പണം മേടിച്ചേനെ. അവൻ എന്റെ കാറും എടുത്തോണ്ട് പോയില്ലായിരുന്നു, ഇപ്പൊ ജോലി ഇല്ലാണ്ട് ഇരിക്കേണ്ട അവസ്ഥയും വരില്ലായിരുന്നു. നീ എന്തൊരു കാര്യത്തിൽ ഇടപെട്ടാലും അവസാനം ഇങ്ങനെ തന്നെയാണ്. അന്ന് പലിശക്കാരന്റെ കാര്യം മറിച്ചു, ആ കാറ് പോയി, ഇപ്പതാ ഈ കാറ് പോയി, നടു റോഡിൽ ഇറക്കി വിട്ട് കാറും കൊണ്ടുപോയി. എന്റെ ലൈഫിൽ ഇതുപോലെ ഒരു കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നീ വന്നതിന് ശേഷമാണ് എല്ലാം നടക്കുന്നത്. ഇപ്പൊ അമ്മ പറഞ്ഞതന്നെ കേട്ടില്ലേ, എപ്പോഴാ ഇനി വീട്ടിലേക്ക് പണം തരിക എന്നുള്ള കാര്യം. ഇതുവരെ അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു അവസരം ഞാൻ വെച്ചു കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവരുടെ അടുത്ത് കാറില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതിയുടെ അടുത്ത് സച്ചി
പറഞ്ഞാൽ പിന്നെ അത് മതിയാവും അവർക്ക്. ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ പണം വരുമെന്ന് വിചാരിച്ചിട്ടിരിക്കും. ജോലിയില്ല എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പണം എന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കും. ഇതാണ് അവസരം എന്ന് മുതലെടുത്തും കൊണ്ട് ആ ശ്രുതി വരെ എന്റെ നെഞ്ചത്തോട്ട് കയറും. നീ ദയവ് ചെയ്തിട്ട് കാര്യം പറയരുത്, അതിനു മുമ്പ് ഞാൻ വേറെ എന്തെങ്കിലും ജോലി നോക്കട്ടെ. ആ ഫൈനാൻസറെ കണ്ടിട്ട് കാറ് തിരികെ തരാൻ വേണ്ടിയിട്ട് പറഞ്ഞൂടെ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അവൻ നടു റോട്ടിൽ ഇറക്കി വിട്ടിട്ട് കാറും കൊണ്ടുപോയി. പിന്നെ ഞാൻ ഇനി അവന്റെ കാലും കൂടി പിടിക്കണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ നാട്ടിലെന്ന് അവന് മാത്രമേ ഉള്ളൂ കാറ്. വാടകയ്ക്ക് കൊടുക്കുന്നത് 1000 ആൾക്കാരുണ്ട്. എത്ര വർഷമായി ഞാൻ കാർ ഓടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരിടത്ത് ജോലി കിട്ടും. ആ ഐഡിയ ഒക്കെ അവന്റെ കയ്യിൽ വെച്ചാൽ മതി. ഇപ്പോ നീ കാരണമാണ് ഞാൻ ജോലി തേടി പോകുന്നത്. എന്താ നോക്കുന്നത്? വീട്ടിൽ വന്നിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചു എന്ന് കരുതിയപ്പോ നീ എന്താ വിചാരിച്ച എന്റെ ദേഷ്യം മൊത്തം പോയിന്നോ? നീ ചെയ്ത കാര്യത്തിന് ഈ ജന്മം എന്റെ ദേഷ്യം പോവില്ല. എന്റെ അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വന്നതും നിന്നതും. എല്ലാം എന്റെ അച്ഛന് വേണ്ടി മാത്രം. അന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഒന്നുകൂടി നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്കും നിനക്കും ഇടയിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. നീ നിന്റെ കാര്യം നോക്കിയിട്ട് ഒരു മൂലക്കിലിരുന്നോളണം. മാറി നിൽക്കെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവണേ. തുടർന്ന് സച്ചിയാണെങ്കിൽ പലയിടങ്ങളിൽ ജോലി അന്വേഷിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ പിന്നെ വരാനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടാണ്. അവസാനം ഒരു ട്രാവൽസിൽ ചെന്ന് നോക്കുന്ന സമയത്ത് സച്ചിയെ കാണുമ്പോൾ, അല്ല സച്ചി എന്താ ഇവിടെ? വിളിച്ചാൽ കൂടി താൻ ഇങ്ങോട്ട് വരാത്തതാണല്ലോ എന്ന് പറയുമ്പോൾ, സാർ ഞാനൊരു ജോലിയുടെ ആവശ്യത്തിന് വന്നതാ. ജോലിയോ? നീ എന്തിനാടാ ഫൈനാൻസറിന്റെ നെഞ്ചത്ത് കൈവച്ചത്? അയാൾക്ക് യൂണിയനിലൊക്കെ ഭയങ്കര പിടിപാടുള്ള ആളാണ്. അങ്ങനത്തെ ഒരാളുടെ മേൽ കൈവച്ച് കഴിഞ്ഞാൽ എങ്ങനെയാടാ ശരിയാവുന്നത്? സർ അയാൾ നല്ല രീതിയിലല്ല, തെറ്റായിട്ടാണ് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തെന്നുള്ള കാര്യം പറയുമ്പോൾ അറിയാം. പക്ഷേ അയാൾക്ക് യൂണിയനിലൊക്കെ ഒരുപാട് പിടിപാടുള്ളത് കൊണ്ട് തന്നെ നിനക്ക് അറിയുന്ന ഒരു ട്രാവൽസൊന്നും ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് പറയാൻ കേട്ടോ. എല്ലാ രീതിയിലും നമ്മുടെ സച്ചിയെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഫൈനാൻസർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അയാൾ എല്ലാ ട്രാവൽസിലും വിളിച്ചിട്ട് സച്ചിക്ക് ജോലി കൊടുക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് നിനക്ക് എവിടെയും ജോലി തരാൻ വേണ്ടി പോകുന്നില്ല, ഇവിടെയും നിനക്ക് ജോലിയില്ല. തെറ്റായിട്ട് എടുക്കരുത് എന്ന് പറയുമ്പോൾ ഇതെന്തൊരു അന്യായമാണ്. നിങ്ങളൊരു ഓണർ അല്ലേ? അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാറുണ്ട്, എന്റെ കയ്യിലാണെങ്കിൽ ലൈസൻസും ഉണ്ട്. ഞാൻ നിങ്ങളുടെ കാർ ഓട്ടിയിട്ട് നല്ല ലാഭം സമ്പാദിച്ചു തരാമെന്ന് പറയുന്നു. ഇതില് അയാളുടെ സംസാരം നിങ്ങൾ എന്തിനാ കേൾക്കുന്നത്? അങ്ങനെയല്ല സച്ചി, എല്ലാവർക്കും പണം കൊടുക്കുന്നത് അയാളാണ്. ഇനി എനിക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ പണം തരുന്നത് അയാളാണ്. എന്റെ കയ്യിൽ 5-6 കാറുകളുണ്ട്. ആ കാറുകളൊക്കെ പുറത്ത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ കാറുകളുടെ എല്ലാം ഫൈനാൻസ് ഇരിക്കുന്നത് അയാളുടെ കയ്യിലാണ്. നിനക്ക് ഞാൻ ജോലി തന്നു കഴിഞ്ഞാൽ അതെല്ലാം അയാൾ വന്നിട്ട് എടുത്തോണ്ട് പോകും. അയാളെ ഭയന്നിട്ടല്ലേ നിങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്. എന്തായാലും പോയത് പോട്ടെ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജോലി നിങ്ങളുടെ കയ്യിൽ വെച്ചോളാനും കൂടി പറഞ്ഞിട്ടാണ് കേട്ടോ സച്ചി അവിടുന്ന് പോകുന്നത്. തുടർന്ന് നമ്മുടെ സച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? നിന്റെ വണ്ടി എവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വണ്ടിയും പോയി, എല്ലാം പോയി. ആ ഫൈനാൻസർ വന്നിട്ട് എടുത്തോണ്ട് പോയി എന്ന് പറയണേ. ജോലി അന്വേഷിച്ച് പോയതാണെന്നുള്ള കാര്യം പറയുമ്പോൾ, ജോലി അന്വേഷിച്ചിട്ടോ? എന്നിട്ട് കിട്ടിയോ? എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷെ എവിടെയും ജോലിയില്ല. എന്താണ് നീ പറയുന്നത്? എല്ലായിടത്തും ഞാൻ പോയി, കാറും ചോദിച്ചു, പക്ഷെ സാലറി കുറച്ച് കുറഞ്ഞു തന്നാലും കുഴപ്പമില്ല, എവിടെയും ജോലി ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയണേ. ഇവിടെ അടുത്ത ഒരു ട്രാവൽസിൽ ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ടെന്നാണല്ലോ കേട്ടത്. നീ അവിടെ പോയി നോക്കിയായിരുന്നോ? അവിടെ ഞാൻ പോയി നോക്കി, പക്ഷെ അവിടെ ആവശ്യമുണ്ട്, പക്ഷെ എന്നെ ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. എല്ലാം ആ ഫൈനാൻസർ ചെയ്ത പണിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അയാളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേല ഉണ്ടാവില്ല എന്നുള്ള കാര്യം. ഇപ്പൊ അവൻ അവന്റെ പവർ കാണിക്കുന്നു പറയാണേ. എന്തായാലും നീ അങ്ങനെ കൈ വെക്കണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അവന്റെ സംസാരത്തിന്റെ പിന്നെ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടതടാ? അടിക്കാതെ വിട്ടത് തന്നെ വലിയ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോ ജോലിയില്ലാണ്ട് തന്നെ നടക്കുമല്ലേ? ഈ കേരളം എന്ന് പറയുന്നത് എന്താ അവന്റെ അപ്പന്റെ സ്വത്താണോ? ഈ ലോകത്ത് എനിക്ക് വേറെ ആരും ജോലി തരാനില്ലെന്നാണോ അവന്റെ വിചാരം? അതല്ലേ ആരും തരാത്തത് നിനക്ക്. എന്തായാലും ഇനി ട്രാവൽസിലൊന്നും പോകുന്നില്ല, ആരുടെങ്കിലും സ്വന്തക്കാർ ഓടിക്കാം. എനിക്ക് അറിയുന്ന ജോലി ചെയ്യാലോ. ഇനി ആരും ജോലി തരില്ല എന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. തുടർന്ന് നമ്മുടെ രേവതി എന്തോ തുടച്ചോണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചന്ദ്രയുടെ ഫോൺ അടിക്കുന്നുണ്ട് കേട്ടോ. ഫോൺ അടിക്കുന്നത് കേട്ടൂടെ നിനക്ക് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ഫോൺ എടുക്കാണ് കേട്ടോ ചന്ദ്ര. അമ്മയുടെ ഫോൺ എടുക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഓ, പറഞ്ഞ അതുപോലെ തന്നെ ചെയ്യുന്ന ഒരാള്. ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിച്ചത് ഗ്രോസറി ഷോപ്പിൽ നിന്നാണ് കേട്ടോ. സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, കൊടുത്തു വിടാ എന്ന് പറയുമ്പോൾ എത്ര രൂപയെന്ന് ചോദിക്കുകയാണെ. 8000 രൂപയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, കൊടുത്തു വിട്ടോളം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് സച്ചി ഉള്ളിലുണ്ടോ എന്നുള്ള കാര്യം. ഇല്ല, രാവിലെ പോയത് അമ്മ കണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണെ. പോകുമ്പോൾ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, അല്ല പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാ പോയത്. എന്താടി കളിയാക്കുവാണോ? അമ്മ തന്നെയല്ലേ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യം. ക്യാഷ് സംബന്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത് എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. പലചരക്ക് സാധനങ്ങൾ വരുന്നുണ്ട്, അതിന് പണം കൊടുക്കണം. എപ്പോഴും 10,000 രൂപ തരുന്നതല്ലേ, ഇപ്രാവശ്യം അത് തന്നില്ല. ഞാൻ നേരത്തെ ചോദിച്ചതാണ്, തരാ എന്ന് പറഞ്ഞിട്ടാ പോയത്. നിന്റെ അടുത്ത് കാശ് എന്തെങ്കിലും തന്ന് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ലെന്നോ? എന്ത് സാധാരണയായിട്ട് നീ സംസാരിക്കുന്നത്? പലചരക്ക് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ അവരെങ്ങനെ സാധനം തരുന്നത്? പിന്നെങ്ങനെ നമ്മൾ കഴിക്കുക? സാധനങ്ങളൊക്കെ തിരിച്ചയക്കാൻ വേണ്ടി പറ്റുമോ? നിന്നെ വേണമെങ്കിൽ തിരിച്ചയക്കാം, ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ പലചരക്ക് സാധനങ്ങൾ തിരിച്ചയക്കാൻ വേണ്ടി പറ്റും. അവനെന്താ ഇനിയും പണം തരാത്ത എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ
അത് തരുന്നല്ലേ പറഞ്ഞത്? തരും. എപ്പോഴും ചോദിക്കാതെ തന്നെ അവനെ തന്നിട്ട് പോകുന്നതാണ്. ഇപ്പൊ എന്ത് പറ്റി? ദീപാവലി കൊണ്ടാടാനെന്നൊക്കെ പറഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോയിട്ട് അവന്റെ കാശ് മൊത്തം അവിടെ ചെലവാക്കിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ എന്തിനാ എന്റെ വീട്ടിൽ പണം കൊടുക്കുന്നത്? എന്റെ അമ്മ നല്ല അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കാശ് മേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് പണം തരാത്തത്? നിന്റെ വീട്ടിലേക്ക് ചെലവിന് വേണ്ടി വെച്ചോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി ചെലവായോ എന്നൊക്കെ തല കാര്യം ചോദിക്കുമ്പോൾ അമ്മ ഓരോന്ന് സങ്കല്പിച്ച് പറയാൻ വേണ്ടി നിൽക്കണ്ട എന്ന് പറയുകയാണേ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ സാധനങ്ങളെല്ലാം വരും, ആ സമയത്ത് ഞാൻ എന്ത് പറയണം ചോദിക്കണേ. അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആൻറ്റി സാധനങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ടോ? ഞാൻ കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്, എല്ലാം ഇപ്പോൾ വരും. അതിനാണ് കാശ് കൊടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. സച്ചി കാശൊന്നും കൊടുക്കാതെ പോയി. ഇവളാണെങ്കിൽ എന്തൊക്കെയോ വട്ട് പറയുന്നു. ഇത്തവണ കൊടുക്കോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. ഇവൾക്കും കൂടി ചേർന്നിട്ട് അവനാണല്ലോ കാശ് തന്നുകൊണ്ടിരുന്നത്. ആന്റി ഞാൻ പോയിട്ട് എന്റെ ഷെയർ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും പോവാണ് കേട്ടോ ഷെയർ എടുക്കാൻ. കാശ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നീ ഓൾറെഡി തന്നതല്ലേ എന്ന് ചോദിക്കണേ. ഗ്രോസറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, മറ്റു ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ തന്നെ ഒരുപാട് ലിസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ സച്ചി വന്നു കഴിഞ്ഞാൽ അവന്റെ കാശിൽ എന്താ മേടിക്കുന്നത് എന്നുള്ള കാര്യം എന്നെ അടുത്ത് ചോദിക്കും. എന്തിനാ ആവശ്യമില്ലാതൊക്കെ അതൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ഒറ്റ ഒരാൾ മാത്രമാണ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നത്. കണ്ടല്ലോ, അവള് ജോലിക്ക് പോകുന്നു, അവൾക്ക് വേണ്ട കാശ് അവള് തന്നെ തരുന്നു, വീട്ടിലേക്ക് വേണ്ട കാശും തരുന്നു. നീയാണെങ്കിൽ വീട്ടില് പ്രതിമ പോലെ നിൽക്കുന്നു. നിനക്കും കൂടി ചേർന്നിട്ട് സച്ചിയല്ലേ പണം തന്നോണ്ടിരുന്നത്, ഇപ്പൊ അവനും ഒന്നും തരുന്നില്ല. ഈ മാസം കാശ് തരുമോ അതോ ഓസിയിലെല്ലാം കഴിക്കാനാണോ പരിപാടി? അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ കാശ് ഞാൻ സുധീരുടെ അടുത്ത് തരാൻ വേണ്ടി പറയും. അതൊക്കെ എന്തിനാ മോളെ? നീ ആവശ്യമുള്ള കാശൊക്കെ തന്നല്ലോ, പിന്നെ സുധിയാണെങ്കിൽ കാശ് തന്നു, നീ അവന്റെ അടുത്തൊന്നും ചോദിക്കണ്ട. ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്യണല്ലോ. ആ സച്ചി എപ്പോഴും വായി തോന്നുന്നൊക്കെ പറയും ചെയ്യും, എല്ലാത്തിനും കണക്ക് ചോദിക്കുകയും ചെയ്യും. ഇപ്പോ എന്തോ പറ്റിയോ അവന്? ഭാര്യയ്ക്ക് എല്ലാ കാശും കൂടി കൊടുക്കുന്നുണ്ടോ ആവോ? എന്താടി ഒരുപാട് സാരിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടോ? അതൊന്നും വാങ്ങിയിട്ടില്ല അമ്മ എന്നുള്ള കാര്യം രേവതി കുറച്ച് ദേഷ്യത്തോടു കൂടി പറയണേ. അങ്ങനെയാണെങ്കിൽ എപ്പോ കാശ് തരും? ഒരുപാട് ചെലവുകളൊക്കെ ഉണ്ടല്ലോ, വലിയ രോക്ഷക്കാരനെ പോലെ സംസാരിക്കല്ലോ. ഇപ്പൊ എന്താ അവന് കാശ് കൊടുക്കാൻ വേണ്ടി തോന്നുന്നില്ലേ? അല്ലെങ്കിൽ കൊടുക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്താ അമ്മയ്ക്ക് വേണ്ടത്? കാശ് വേണം, അത്രയല്ലേ ഉള്ളൂ. അമ്മയുടെ പണം വരും എന്നുള്ള കാര്യം പറയുമ്പോൾ എങ്ങനെ വരും? നടന്നിട്ട് വരുമോ? ഞാൻ പോയിട്ട് നോക്കിയിട്ട് വാങ്ങിയിട്ട് വരാം. അങ്ങനെ പേഴ്സ് എടുത്തിട്ട് രേവതി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, പണം വന്നാൽ മാത്രമേ 3 നേരം നന്നായിട്ട് വെട്ടി ഒഴുകാൻ പറ്റുള്ളൂ, അത് ഓർത്തിട്ട് വന്നാൽ മതി. അങ്ങനെ രേവതിയാണെങ്കിൽ അവിടുന്ന് പണയം വെക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് പോകുന്നുണ്ട്. ആ കട പൂട്ടി കിടക്കുവാണ് കേട്ടോ. അതിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് ഒരു ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ രേവതി ഇവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. നിന്നെ ഇപ്പോൾ അമ്പലത്തിന് അങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം വരാറില്ലല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല വരാറില്ല, വീട്ടിൽ നിന്ന് തന്നെ പൂ കെട്ടി കൊടുക്കുകയാണെന്നുള്ള കാര്യം പറയുകയാണേ. നിന്റെ ഭർത്താവൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചേട്ടന് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അല്ല നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ചേച്ചി ഈ കട എപ്പോഴാണ് തുറക്കുക? കുറച്ച് ലേറ്റ് ആവും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല മോളെ, അയാളുടെ ആരുടെയോ റിലേറ്റീവിന്റെ കല്യാണത്തിന് വേണ്ടി പോയതാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ. നിന്നെ എന്തോ വലിയ വീട്ടിലേക്കല്ലേ കെട്ടിച്ചു വിട്ടത്, എന്താ സ്വർണം വല്ലതും എടുക്കാനാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല വെക്കാനാണ്, അത്യാവശ്യം കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മോളെ വേറെ ഏതെങ്കിലും കട നോക്കുന്നതാണ് നല്ലതെന്നുള്ള കാര്യം പറയാണ്. അത് കഴിഞ്ഞിട്ട് രേവതി നേരെ ശരത്തിനെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് എവിടെയാ ഉള്ളത്, കോളേജിലാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി ഇന്ന് വൈവേ എക്സാം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് എന്നെ കാണാൻ വേണ്ടി വരുമെന്ന് ചോദിക്കുകയാണേ. അയ്യോ ചേച്ചി സച്ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേച്ചീൻ്റെ അമ്മയമ്മ എന്നെ തെറി വിളിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ എടാ അങ്ങോട്ടേക്ക് അല്ലടാ, നമ്മൾ സാധാരണയായിട്ട് സ്വർണം പണയം വെക്കുന്ന ഒരു കടയില്ലേ, അങ്ങോട്ട് വന്നാൽ മതി. അവിടെ എന്തിനാ ചേച്ചി വരുന്നത്? നീ ഇങ്ങോട്ട് വാ, ഞാൻ എല്ലാം പറയാമെന്ന് പറയണേ. അങ്ങനെ ശരത്ത് വരുന്നത് വണ്ടിയിലാണ് കേട്ടോ. ഇത് ആരുടെ ബൈക്കാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേച്ചി എൻ്റെ കോളേജിലെ ഫ്രണ്ടിൻ്റെ ആണ്. ഫ്രണ്ടിൻ്റെ പേരില്ലേ? ചേച്ചിക്ക് എൻ്റെ കോളേജിലെ എല്ലാ ഫ്രണ്ട്സിനെ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ ഇപ്പോൾ വിളിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എടാ നിനക്കറിയാലോ നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നം വന്നത് ഒരു ബൈക്ക് കാരണമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ചേച്ചി ഇപ്പോൾ അതെന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിപ്പിച്ചതാണോ? എന്തിനാ ചേച്ചി വിളിച്ചതെന്ന് വെച്ചാൽ കാര്യം പറയാമെന്ന് പറയുമ്പോൾ നിനക്ക് അറിയുന്ന ഏതെങ്കിലും പണയം വയ്ക്കുന്ന കട അറിയുമെന്ന് ചോദിക്കുകയാണേ. അത് ചേച്ചി ഇതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എടാ ഇത് തുറക്കണം എന്നുണ്ടെങ്കിൽ ഒരാഴ്ച എടുക്കും, വേറെ ഏതെങ്കിലും കട നിനക്ക് അറിയും. എടാ നീ ഈ വള വെച്ചിട്ട് എനിക്കൊരു 10,000 രൂപ മേടിച്ചു തരും എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. വളയൊക്കെ വെക്കണം ചേച്ചി, ചേച്ചിക്ക് എന്തിനാ ഇപ്പോൾ 10,000 രൂപ? എന്താ ചേച്ചിന്റെ അമ്മായിമ്മ വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാശ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു? പറ ചേച്ചി, ഞാൻ വേണമെങ്കിൽ വന്ന് ചോദിക്കാം. അതൊന്നും ഇല്ലടാ എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ ചേച്ചി വള വെക്കുന്നത്? എടാ വീട്ടു ചെലവിന് വേണ്ടിയിട്ട് കുറച്ച് പണം വേണം, അത് പിന്നെ മാമന്റെ അടുത്ത് ചോദിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അവര് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയിരിക്കുകയാണ്, അതുകൊണ്ടല്ലേ നീ ഇത് വെച്ചിട്ട് എനിക്ക് 10,000 രൂപ മേടിച്ചതാ. ഇപ്പൊ ചേച്ചിക്ക് 10,000 രൂപ വേണം, അത്രയല്ലേ ഉള്ളൂ, പണം ഞാൻ തരാം എന്ന് പറയുമ്പോൾ നീ തരാന്നോ? നിന്റെ കയ്യിൽ എവിടെ നിന്നാണ് 10,000 രൂപ? ചേച്ചി ഞാനൊരിടത്ത് പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട്, അവിടെ വേണമെങ്കിൽ ഞാൻ പോയിട്ട് അഡ്വാൻസ് ചോദിച്ചിട്ട് മേടിച്ചു തരാം. എടാ അതൊന്നും വേണ്ടടാ, ഇപ്പൊ പഠിക്കുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിനക്ക് നല്ല ജോലിക്ക് പോവാം. ഇപ്പൊ നിന്റെ ശ്രദ്ധ വേറെ ഒന്നിലേക്കും പോകരുത്, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മനസ്സിലായി ചേച്ചി. ഇപ്പൊ വള വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചേച്ചി എന്താ ഇടുക?
അതെ, എന്റെ കയ്യിൽ ഇനിയൊരു വളയുണ്ടല്ലോ, അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇപ്പൊ പറയുന്ന കേക്ക് എനിക്ക് എത്രയും വേഗം പണം മേടിച്ചോണ്ട് താ. ചേച്ചി വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയുമ്പോൾ, നീ വീട്ടിലേക്ക് വരണ്ട, നീ അവിടെ എത്താറാവുന്ന സമയത്ത് പറഞ്ഞാൽ മതി, ഞാൻ പുറത്ത് വന്ന് മേടിച്ചോളാം. തുടർന്ന് സച്ചിയാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ കാണുന്നുണ്ട്. സാരെന്താ ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിന്നെ കണ്ടത് നന്നായി സച്ചി, ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോലിക്കോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് സച്ചി. ഞങ്ങൾ അപ്പാർട്ട്മെന്റിലെ കാറിനെന്ന് പറയുമ്പോഴത്തേക്ക്, എന്താ സാർ ഡ്രൈവറിന്റെ ആണ് ആവശ്യം? അല്ലടാ, 10-20 കാറുണ്ട്, അത് ഡെയിലി വാഷ് ചെയ്യണം. ഒരാൾ വന്നുകൊണ്ടിരുന്നതായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് അയാൾ വരാതെയായി, അയാൾക്കെന്തോ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിനക്കറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, സാർ എത്ര കിട്ടും മാസം എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഒരു വണ്ടിക്ക് 2000 രൂപ വെച്ചിട്ട് കിട്ടും, 10-40 വണ്ടിയുണ്ട്, 10-20 വണ്ടിയുണ്ട്, അപ്പൊ എന്തായാലും 40,000 രൂപ കിട്ടുമോ എന്ന് പറയാൻ കേട്ടോ ഒരു മാസം. അത് മാത്രമല്ല വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും, അപ്പൊ അതും ചെയ്ത് കഴിഞ്ഞാൽ വേറെയും പണം കിട്ടും. ശരി, അങ്ങനെയാണെങ്കിൽ സാർ ഞാൻ വരാമെന്ന് പറയുമ്പോൾ, നീയോ സച്ചി, നീ നിന്റെ സ്വന്തം കാർ ഓടിക്കല്ലേ, നിനക്ക് എന്തിനാ ഇതൊക്കെ? സാർ കാറൊന്നും ഇല്ല, ഇപ്പൊ വിലയുമില്ല, എല്ലാം പോയി. ജോലി എന്താണെങ്കിലും സാർ എന്താ കുഴപ്പം? കക്കുന്നതും മോഷ്ടിക്കുന്നതല്ലേ തെറ്റ്? വേറെ എന്ത് ജോലിയാണെങ്കിലും ചെയ്യുന്നതിന് എന്താ കുഴപ്പം? സാർ എനിക്ക് വാങ്ങി തരണം സാർ, പ്ലീസ് സാർ, പ്ലീസ് സാർ എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം ജോലി മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേസമയം തന്നെ ശരത്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോയിങ്ങാണ്ട് പണം മേടിക്കാനാണ് ചെയ്യുന്നത്. അല്ലാണ്ട് പണയം വെക്കാനടുത്ത് കൊണ്ടുപോയിട്ട് വെക്കൊന്നും അല്ല ചെയ്യുന്നത്. വളയൊക്കെ തിരിച്ച് അവന്റെ കയ്യിൽ തന്നെ കൊടുത്തു വിടാണ്. അന്ന് പ്രശ്നം ഉണ്ടാക്കിയ അതേ ആളുമായിട്ട് തന്നെയാണ് കേട്ടോ ശരത്തിന് എപ്പോഴും കൂട്ടുള്ളത്. അത് കഴിഞ്ഞ് വീട്ടിലാണെങ്കിൽ ആ പണം കൊണ്ടുപോയി കൊണ്ട് നമ്മുടെ രേവതി അമ്മയുടെ കയ്യിൽ കൊടുത്ത് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടോ. അങ്ങനെ രേവതി ആണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ കുത്തുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ തന്നെയാണല്ലോ ഇപ്പോൾ പണം കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്, മറ്റുള്ളവരുടെ ചെലവിലല്ലല്ലോ. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ മേടിക്കും. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മാറ്റി വെക്കാൻ വേണ്ടി പറ ശ്രുതി. നമ്മളങ്ങനെ വീട്ടിൽ മറ്റവർക്ക് അവരവർക്ക് നിന്നും പറഞ്ഞിട്ട് പിരിഞ്ഞിട്ടൊന്നും അല്ലല്ലോ മേടിക്കുന്നത്, എല്ലാവർക്കും കൂടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് കയറി വരുന്നത്. ഓ, സാധനങ്ങളൊക്കെ വന്നല്ലേ, നാളേക്ക് പൈസ കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞേക്കെന്ന് പറയണേ. രേവതി പറയുന്നതിലൊന്നും സമ്മതിക്കാതെ അതിന്റെ ഇടയിൽ കയറി പറയുന്ന രീതിയിലാണ്. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട്, നാളേക്കോ? അത് നിന്റെ ഭാര്യ കൊണ്ടുവന്ന് തന്നല്ലോ, നീ എന്ന് നാളെ തരാന്ന് പറയുന്നത്? പണം തന്നോ? എന്താ നിനക്കറിയില്ലേ, നാളെ പണം വരും എന്നുള്ള കാര്യം നീ പറയുന്നു, പക്ഷെ നിന്റെ ഭാര്യയാണെങ്കിൽ ഇന്ന് പണം തന്നു. അപ്പൊ ഇവളെങ്ങനെ പണം തന്നത്? പണം ചോദിച്ച സമയത്ത് നീ വലിയ ആളെ പോലെ ഇവിടെ നിന്ന് ഇറങ്ങി പോയായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു ഇവനെ കണ്ടിട്ട് പണം മേടിച്ചിട്ടാ വന്നതെന്ന്. ഇപ്പൊ ഇവൻ തന്നിട്ടില്ലെങ്കിൽ പിന്നെ നിന്റെ കയ്യിൽ എവിടെ ഇങ്ങനെ പണം? എന്താ മോഷ്ടിച്ചിട്ട് വന്നതാണോ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്താ നീ ഇത്രയും ഷോക്കാവുന്നത്? നിന്റെ കുടുംബത്തിലെ മൊത്തം എല്ലാവർക്കും അന്ന് തന്നെയല്ലേ ജോലി. നിന്റെ അനിയനാണെങ്കിൽ വലിയൊരു മോഷ്ടാവാണ്. ഇപ്പൊ നീയും മോഷണം തുടങ്ങിയോ? ഇപ്പൊ അതൊക്കെ എന്തിനാ ആവശ്യമില്ലാതെ സംസാരിക്കുന്ന അമ്മേ? അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, സച്ചി നിനക്ക് പണം തന്നില്ല എന്നുള്ള കാര്യം രേവതി പറയുന്നു, പിന്നെ നിനക്ക് എവിടുന്ന പണം കിട്ടിയെന്നുള്ള കാര്യം അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തെറ്റെന്താ എന്ന് കരുതിയിട്ട് മോഷ്ടിച്ച് വന്നാണെന്നുള്ള കാര്യമാണോ ചോദിക്കേണ്ടത്? എന്താ മോഷ്ടിച്ചിട്ട് മാത്രമേ പണം കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ? അല്ല, അവൻ പണം തന്നാൽ മാത്രമല്ലേ നിന്റെ കയ്യിൽ പണം വരുള്ളൂ. അവൻ തന്നില്ലെന്ന് പറയുന്നു, പിന്നെ നിനക്ക് എങ്ങനെയാ? നീ എത്രയും പൂ വിറ്റതിന് ശേഷം ഇത്രയും സമ്പാദിച്ചോ? അതെങ്ങനെയാ ഒറ്റ നാളുകൊണ്ട് 10,000 രൂപ കിട്ടുക? എന്താ സ്വർണം കൊണ്ടാണോ പൂ കെട്ടി കൊടുത്തത്? പിന്നെ എവിടെ നിന്ന് നിനക്ക് പണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി രേവതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്തിനാ ആവശ്യമില്ലാതെ അവളെടുത്ത് ദേഷ്യപ്പെടുന്നത്? ഞാൻ കൊടുത്ത പണം തന്നെയാണ് അവള് തന്നത്, ഇപ്പോഴല്ലേ നീ കൊടുത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, നീ വായ മൂടിയിട്ട് ചായ കുടിക്കാൻ നോക്കടാ എന്ന് പറയുമ്പോൾ, വായ മൂടിയിട്ട് എങ്ങനെ ചായ കുടിക്കുന്നത്? മൂക്കിലൊഴിച്ച് കുടിച്ചോ അതാ നല്ലത്. മിണ്ടാതെ. നീ അവന്റെ അടുത്ത് എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീയല്ലേ പറഞ്ഞത് ഇപ്പൊ പണം കൊടുത്തില്ല എന്ന്? അതെ, ഞാൻ ചെലവിനുള്ള പൈസ കൊടുത്തില്ല, പക്ഷെ പലിശ കൊടുക്കാനുള്ള പണം ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും എടുത്ത് തന്നതായിരിക്കും. നീ എന്തിനാ അതെടുത്ത് കൊടുത്തത്? നാളെ പണം വന്നു കഴിഞ്ഞാൽ ഞാൻ അത് കൊടുക്കില്ലായിരുന്നോ? അത് സച്ചേട്ടാ അവർ ഇന്ന് ചോദിച്ചു, അതുകൊണ്ടാണ്. ശരി വിട്ടേക്ക്, നാളെ വരുന്ന പണം ഞാൻ പലിശയ്ക്ക് കൊടുത്തോളാം. ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.